20 പേർ കൊല്ലപ്പെട്ട ധാക്ക സ്ഫോടനം നടത്തിയ ഭീകരവാദികൾക്ക് സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളാണ് പ്രചോദനമായത് എന്ന വാർത്തകൾ വന്നതോടെയാണ് നായിക് അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായത്. മാസങ്ങൾ നീണ്ട പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം സാക്കിർ നായിക്കിനെതിരെ എഫ്ഐആർ ഇട്ട് NIA അന്വേഷണം ആരംഭിച്ചു. പ്രഭാഷണങ്ങളിലൂടെ സാക്കിർ നായിക് മതങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തിയെന്നാണ് കേസ്. സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ UAPA നിയമം ചുമത്തി 5 വർഷത്തേക്ക് നിരോധിച്ചിരുന്നു. സാക്കിർ നായിക്കിന്റെ സന്നദ്ധ സ്ഥാപനമായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ മുംബൈയിലെ ഓഫീസിൽ NIA റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു. മുംബൈ ഡോങ്കരിയിലെ ഓഫീസിലും ചില വീടുകളിലുമടക്കം 10 ഇടങ്ങളിൽ രാവിലെ 6 മണിക്കാണ് പരിശോധന തുടങ്ങിയത്. നായിക്കിന് ഫണ്ടെത്തുന്നത് എവിടെ നിന്നെല്ലാമാണ് എന്ന അന്വേഷണവും ഏജൻസികൾ നടത്തുന്നുണ്ട്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയെന്ന ആരോപണം നേരിടുന്ന സാക്കിർ നായിക് ഇപ്പോൾ വിദേശത്ത് കഴിയുകയാണ്. അതേസമയം UAPA ചുമത്തിയുള്ള നിരോധനത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത കേന്ദ്ര സർക്കാർ ട്രിബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.